നമസ്കാരം. സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. അപകീർത്തി കേസിൽ മലയാളം വെബ് പോർട്ടൽ കർമ്മ ന്യൂസിനെതിരെ ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവ്. കേരള മീഡിയ അക്കാദമിക്കും 3 ഇംഗ്ലീഷ് വെബ് പോർട്ടലുകൾക്കുമെതിരെ നൽകിയ വാർത്ത പിൻവലിക്കാനാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. മീഡിയ അക്കാദമി കൊച്ചിയിൽ 2023 സംഘടിപ്പിച്ച കട്ടിംഗ് സൗത്തി എന്ന പരിപാടിയെക്കുറിച്ചുള്ള വാർത്ത സംബന്ധിച്ചാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. രാജ്യത്തെ ഭിന്നിപ്പിക്കാനുള്ള ഉദ്ദേശിച്ച് നടത്തിയ പരിപാടിയാണ് കട്ടിംഗ് സൗത്തി എന്നാരോപിച്ചായിരുന്നു കർമ്മ ന്യൂസിന്റെ വാർത്ത. ന്യൂസ് ലോണ്ടറി, കോൺഫ്ലുവൻസ് മീഡിയ, ദി ന്യൂസ് മിനിറ്റ് എന്നീ വെബ് പോർട്ടലുകൾക്കെതിരെയും വാർത്തയിൽ പരാമർശിച്ചിരുന്നു. ഇവർ നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് ഡൽഹി ഹൈക്കോടതിയുടെ ഇടപെടൽ. അങ്ങേയറ്റം അസ്വസ്ഥനാകുന്നു. ഹൈക്കോടതി ജഡ്ജിമാർക്കെതിരെയായ പരാതി കേൾക്കാനുള്ള ലോക്പാൽ ഉത്തരവിന് സ്റ്റേ. 2023 പതിലെ പരിപാടിയും അതിന്റെ സംഘാടകരെയും കുറിച്ചുള്ള വാർത്ത പ്രസിദ്ധീകരിക്കുന്നതെന്ന് കർമ്മ ന്യൂസിന് നിർദ്ദേശമുണ്ടായിരുന്നു. നിർദ്ദേശം ലംഘിച്ചുകൊണ്ട് 2024 ജൂലൈ 1 പ്രസ്തുത ലേഖനം പ്രസിദ്ധീകരിച്ചതായി ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. 2023 ന്യൂസ് ലോണ്ടറി, കോൺഫ്ലുവൻസ് മീഡിയ, ദി ന്യൂസ് മിനിറ്റ് എന്നിവയുമായി സഹകരിച്ച് കേരള മീഡിയ അക്കാദമി 2023 ഒരു കട്ടിംഗ് സൗത്തി എന്ന പേരിൽ ഒരു മീഡിയ ഇവന്റ് നടത്തുന്നത്. പരിപാടിക്ക് ശേഷം വിഘടനവാദ പ്രചരണം, ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ, ഒരു വലിയ ഭീകര പ്രസ്ഥാനത്തിന്റെ ഭാഗമാക്കൽ എന്നിവ ആരോപിച്ച് കർമ്മ ന്യൂസ് ഒരു ക്യാമ്പയിൻ നടത്തിയിരുന്നു. ഇതിനെ തുടർന്ന് ന്യൂസ് ലോണ്ടറിയും കോൺഫ്ലുവൻസ് മീഡിയയും കർമ്മ ന്യൂസിനെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരുന്നു. 2 കോടി രൂപ നഷ്ടപരിഹാരം, നിർബന്ധിത ഇഞ്ചക്ഷൻ, ക്ഷമാപണം എന്നിവ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കേസ് നൽകിയിരുന്നത്. 2023 ജൂലൈയിൽ ഹൈക്കോടതി കേസ് പരിഗണനയിൽ എടുക്കുകയും പരിപാടി സംബന്ധിച്ച് എന്തെങ്കിലും ഉള്ളടക്കം പ്രസിദ്ധീകരിക്കുന്നില്ലെന്ന് കർമ്മ ന്യൂസിനെ വിലക്കുകയും ചെയ്തിരുന്നു. ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ആരോപണങ്ങൾ ആവർത്തിക്കില്ലെന്ന് കർമ്മ ന്യൂസ് അന്ന് കോടതിയെ അറിയിച്ചിരുന്നു. കോടതിയുടെ നിർദ്ദേശം ലംഘിച്ചുകൊണ്ട് 2024 ജൂലൈയിൽ കർമ്മ ന്യൂസ് മറ്റൊരു ലേഖനം പ്രസിദ്ധീകരിച്ചു. പരിപാടിയുടെ സംഘാടകർ വിദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ഫണ്ട് സ്വീകരിച്ചുവെന്നും ഇന്ത്യയുടെ ഭൂപടം 2 ഭാഗങ്ങളായി വിഭജിച്ചുവെന്നും ആരോപിച്ചുകൊണ്ടായിരുന്നു ലേഖനം. ഈ ലേഖനം പിൻവലിക്കാനാണ് ഡൽഹി ഹൈക്കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്.